ഹായ് ഫ്രണ്ട്സ്, UP വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കട്ടിലിൻ്റെ തലപ്പലകയാണിത്. ഇത് പൂവരശ് എന്ന് പറയുന്ന തടിയാണിത്. ഇത് കേരളത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ് ഈ തടി കിട്ടാനുള്ളത്. പടിഞ്ഞാറൻ മേഖലകളിലാണ് ഈ തടി ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഈ വെള്ള നമുക്ക് പണിത് കഴിഞ്ഞാലും ഈ വെള്ള പോകത്തില്ല. അതാണ് ഈ തടിയുടെ പ്രത്യേകത. ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ ഈ വെള്ളം വെച്ച് നമുക്ക് ഈ തടി ഉപയോഗിക്കാം. ഇത് തടിയുടെ ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ തടി പോകത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പേപ്പറിൽ വരച്ചിട്ട് കാർബൺ വെച്ചിട്ട് നമ്മൾ കോപ്പി ചെയ്യുകയാണ്. ഇങ്ങനെയല്ലാതെ കീച്ചുളി വെച്ച് ആദ്യമേ ഡിസൈൻ വരച്ചിട്ട് കീച്ചുളി വെച്ച് അടിച്ചിട്ട് പേപ്പറും കാർബണും അതിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ പേപ്പർ വെച്ച് ഉരച്ച് കോപ്പി എടുക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തടിക്ക് കേടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കേട് ഒഴിവാക്കിയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കോപ്പി എടുക്കാൻ പറ്റും. ഈ തടിയെ കേടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മുൻപത്തെ വീഡിയോയിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് വ്യക്തമായിട്ട് ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പഴയ വീഡിയോ നിങ്ങളൊന്ന് കാണണം. അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കയറി കണ്ടാലും മതി. ഓക്കെ. കൊത്തുപണി ചെയ്യാനായിട്ട് ഈ തടി നല്ല തടിയാണ്. വലിയ പൊളിയത്തൊന്നുമില്ല. ഫർണിച്ചറുകൾക്ക് കൂടുതലായിട്ട് ഈ തടി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കൊത്തുപണി ചെയ്യുമ്പോഴാണെങ്കിലും വലിയ പൊളിവൊന്നും വരത്തില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കത് കൊത്തിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു തടിയാണിത്. ഇത് ഫർണിച്ചർ തന്നെയല്ല, ജനൽപ്പാളികളെ വാതിലുകളെ ഒക്കെ ഈ തടി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പൂവരശെന്ന് പറഞ്ഞ ഈ തടി കൊണ്ട്. ഇപ്പം നമ്മളിത് വരച്ച് തീർന്നിരിക്കുകയാണ്. നമുക്കിനി കീച്ചുളി വെച്ച് ഇത് അടിച്ചെടുക്കാം. ഇതാണ് കീച്ചുളി. വി ആകൃതി ഇരിക്കുന്ന ഈ ഉളിയാണ്. ഈ ഉളി വെച്ചിട്ടാണ് ഈ ഡിസൈൻ ഇങ്ങനെ ഇപ്പോൾ കാണുന്ന പോലെ നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഡിസൈൻ മാത്രം നിർത്തിക്കൊണ്ട് റൂട്ടർ മെഷീൻ വെച്ചിട്ട് ഇതിൻ്റെ ഡിസൈൻ്റെ ഡിസൈൻ മാത്രമായിട്ടുള്ള നമ്മൾ എടുത്ത് കളയണം. ഇതിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ബിറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വിറ്റ് വെച്ചിട്ട് നമ്മൾ ഈ എടുക്കണം. ഈ റൂട്ടർ മെഷീൻ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ കൈക്കൊരു ബാലൻസ് കാണും. അല്ലെങ്കിൽ ഇത് ഡിസൈനുകളെല്ലാം കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ബാലൻസ് നമ്മളത് വർക്ക് ചെയ്ത് അത് ബാലൻസാക്കി എടുക്കുക. ഈ റൂട്ടർ മെഷീൻ വെച്ചിട്ട് മാത്രം നമുക്ക് ഫുള്ളായിട്ട് കൊത്തുപണി ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഇച്ചിരി പരിധിയൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യുന്നതിന്. ആ ബിറ്റുകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
അങ്ങനെ ഒരു വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാം, ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കൈ കൊണ്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇട മാത്രം നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ റൂട്ടർ മെഷീൻ വെച്ച് ഇട എടുത്തിരിക്കുകയാണ്. ഇട എടുത്ത് നമ്മൾ ഡിസൈൻ മാത്രമായിട്ട് നിർത്തിയിരിക്കുകയാണ്. നമുക്കത് ഉളികൾ വെച്ച് പണിതെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചെയ്യുന്ന ഓരോ ഉളികളുടെയും രീതിയും അതെങ്ങനെ കുത്തൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഈ വീഡിയോയ്ക്ക് ലെങ്തി ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഇതൊന്ന് കണ്ടിരിക്കുക, ഓരോ ഉളിയും വെക്കുന്ന ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. ഇത് ഓരോ ഉളിയും എങ്ങനെ വെക്കുന്നുണ്ട് പാർട്ടായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളിത് ഷേപ്പാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ
ചെറിയ ഗീറ്റിൽ വെച്ചിട്ട് വരകൾ കൊടുത്തിട്ട് ചെറിയ വരകളൊക്കെ കൊടുത്ത് ഇതളുകളുടെയൊക്കെ ഡീറ്റെയിൽ കൊടുത്ത് നമുക്കിതിനെ ഭംഗിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ മണർകാട് ആണ് എൻ്റെ സ്വദേശം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. എന്നാലേ ഉള്ളൂ എനിക്ക് നല്ല വീഡിയോകൾ ഒക്കെ ചെയ്യാനായിട്ടൊരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ.